Welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു സ്നാക്കാണ്. നമുക്ക് ചായയുടെ കൂടെ വൈകിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. മൈദയും അതുപോലെ തന്നെ ഒരു അരക്കപ്പ് പരിപ്പും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇപ്പം ഞാനിവിടെ ഒരു അരക്കപ്പ് സാമ്പാർ പരിപ്പ് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ കുതിർത്തിട്ടുണ്ട്. അപ്പോൾ ഏത് പരിപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപ്പ് യൂസ് ചെയ്യാം. കടലപ്പരിപ്പോ എന്താണെങ്കിലും കുഴപ്പമില്ല. ഇത് നമുക്ക് കുക്കറിലൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. വെന്ത് നന്നായിട്ട് ഉടഞ്ഞു വരുന്ന പരുവത്തിൽ തന്നെ വേവിക്കണം. അപ്പോൾ ഒരല്പം വെള്ളം മുകളിൽ നിൽക്കുന്ന രീതിയിലേ ഒഴിക്കാവുള്ളൂ. ഒത്തിരി വെള്ളമായി പോയി കഴിഞ്ഞാൽ ഇത് ലൂസായി പോകും. നമ്മൾ ഉദ്ദേശിക്കുന്ന കൺസിസ്റ്റൻസിയിൽ കിട്ടില്ല. അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ഒരു ബൗൾ അല്ലെങ്കിൽ ഒരു പരന്ന പാത്രം എന്തെങ്കിലും എടുക്കുക. മാവ് കുഴയ്ക്കാൻ പറ്റിയ ഒരു പാത്രത്തിലേക്ക് ഒരു 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഓയിലും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ കുഴക്കില്ലേ, അതുപോലെ തീരെ ലൂസായി പോകരുത്. അപ്പോൾ നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കുഴച്ചെടുക്കുക. കുറേശ്ശെ വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ട് മാവ് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായി വരുന്നവരെ കുഴയ്ക്കണം. നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതെന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം മൈദ എടുത്ത് അതിൻ്റെ പുറത്തൊന്ന് വെതറി കൊടുത്തുകൊണ്ട് കുഴച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കയ്യിലധികം ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. ഇപ്പോൾ കണ്ടാൽ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. തൊടുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണെന്ന്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് നനഞ്ഞ കോട്ടൺ തുണി വെച്ച് ഇതൊന്ന് മൂടി ഒരു 15-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയത്ത് നമുക്ക് പരിപ്പെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കതിൻ്റെ അകത്ത് ഫില്ലിങ് വെച്ച് റെഡിയാക്കാനുള്ളതാണ്. അപ്പോൾ പരിപ്പ് ഈ ഒരു പരുവത്തിന് വേണം വേവിച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടണം. വെള്ളം കൂടിപ്പോകാതെ ഈ ഒരു പരുവത്തിന് എടുക്കണം. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, പച്ചമുളക്, പുതിനയില ഇതെല്ലാം നല്ല പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. തീരെ ചെറുതായിട്ട് അരിയണം. അതുപോലെ തന്നെ ഒരു സവാളയും കൂടെ ഞാൻ പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ പരിപ്പ് വേവിക്കുമ്പോൾ ഞാൻ ഒരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോരാത്ത ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ ചുവന്ന മുളക് പൊടി, കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് ജീരകത്തിൻ്റെ പൊടി, വറുത്ത് പൊടിച്ച ജീരകമാണ് കേട്ടോ. അപ്പോൾ ജീരകപ്പൊടിയും പിന്നെ മെയിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചാറ്റ് മസാല ചേർത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതില്ലാന്നുണ്ടെങ്കിൽ നോർമൽ ഗരം മസാല ആയാലും കുഴപ്പമില്ല കേട്ടോ. എന്നാലും ചാറ്റ് മസാലയാണ് ടേസ്റ്റ്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാം നന്നായിട്ട് ആ പരിപ്പിലേക്ക് പിടിച്ചു വന്നിട്ടുണ്ട്. ഉപ്പെല്ലാം പാകത്തിനാണോ എന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് നമ്മുടെ മൈദ കുഴച്ച് വെച്ചത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് പരത്തിയെടുക്കണം. ആദ്യം കുറച്ച് മൈദ തന്നെ ഇതുപോലെ വെതറി കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ വെച്ച് നമുക്ക് പരത്താം. കയ്യിൽ വെച്ചൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് നമുക്കത് 2ആയിട്ട് മുറിച്ചെടുക്കാം. 2ആയിട്ട് എടുത്തിട്ടാണ് ഞാനിപ്പോൾ പരത്തി 2 ട്രിപ്പായിട്ടാണ് ചെയ്യുന്നത്. ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ വലുതായിട്ട് പരത്തണമെങ്കിൽ അങ്ങനെ പരത്തി ഫുൾ പരിപ്പം ഫില്ല് ചെയ്തും എടുക്കാം. ഞാനിവിടെ 2 സെക്ഷനായിട്ട് എടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ പരത്തണം. അത്രയും തിന്നായി പോകരുത്. ചപ്പാത്തി പരത്തുന്ന അത്രയും തിന്നാവരുത്. കുറച്ചൊന്ന് കട്ടിയിലുള്ള ഒരു റൗണ്ട്, ഇച്ചിരി നീളത്തിലാണ് ഞാൻ പരത്തുന്ന, കറക്റ്റ് റൗണ്ട് അല്ല കേട്ടോ. അപ്പോൾ എനിക്കത് റോൾ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നീളത്തിൽ പരത്തിയെടുക്കുന്നത്. അപ്പോൾ അതുപോലെ പരത്തിയാൽ കൂടുതൽ സൗകര്യമായിരിക്കും. അപ്പോൾ ഒത്തിരി കനം കുറയ്ക്കാതെ ഇതൊന്ന് പരത്തിയെടുക്കുക. കണ്ടോ, ഇപ്പോൾ ഇത് നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. തീരെ തിന്നായി പോകാതെ പരത്തി എടുക്കുക. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പിൻ്റെ ഫില്ലിങ് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. ഒത്തിരി കട്ടിയുള്ള ലെയറായിട്ട് തേക്കരുത്. അപ്പോൾ നമുക്കത് വറുത്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. അധികം കനത്തിലല്ലാതെ ഇതൊന്ന് ഇതിൻ്റെ പുറത്ത് തേച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ട് റോൾ ചെയ്തെടുക്കണം. ഈ കാണുന്ന രീതിയിൽ റോൾ ചെയ്യുക. പതുക്കെ അത് പൊട്ടിപ്പോകാത്ത രീതിയിൽ റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് അറ്റത്ത് വരുമ്പോഴേക്കും അതൊന്ന് കറക്റ്റ് അതിൽ സ്റ്റിക്കായിരിക്കാൻ വേണ്ടി ഒരല്പം വെള്ളം തൊട്ട് നമുക്കത് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന്
അധികം ബലം കൊടുക്കാതെ ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് റോൾ ചെയ്യാം. ഇനി നമുക്കിത് ഓരോ ഇഞ്ച് കനത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം കയ്യിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒരു റൗണ്ട് ഷേപ്പാക്കി എടുക്കാം. ആ ഉള്ളിലെ പരിപ്പൊന്നും പുറത്തേക്ക് പോകാത്ത രീതിയിൽ അധികം ബലം കൊടുക്കാതെ വേണം പ്രസ് ചെയ്യാനായിട്ട്. അങ്ങനെ ഞാനിപ്പോൾ 2 സെക്ഷനാക്കി എടുത്ത മാവും ഇതുപോലെ തന്നെ ഫുൾ പരിപ്പ് വെച്ചിട്ട് ഫില്ലിങ് വെച്ചിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ ബൗളിലേക്ക് 2-3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അധികം ലൂസല്ലാത്ത രീതിയിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. ഇതെല്ലാം കോട്ട് ചെയ്തിട്ട് വേണം നമുക്കിത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ എണ്ണ ചൂടാകാൻ വയ്ക്കുക. എണ്ണ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ ഓരോ പീസും എടുത്ത് ഇതുപോലെ നമ്മുടെ മൈദയുടെ ആ ഒരു മിക്സിലേക്ക് മുക്കിയിട്ട് നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ അത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക. ഒത്തിരി ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യരുത്. ഉള്ളിലൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യുക. അപ്പോൾ ഒരു സൈഡിൽ ഒരു ഗോൾഡൻ യെല്ലോ കളർ ആകുന്ന സമയത്ത് ആ വൈറ്റ് കളർ മാറിയിട്ട് ഗോൾഡൻ യെല്ലോ കളർ ആകുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ആ സൈഡ് മൂത്തു എന്നറിയാം. അപ്പം തിരിച്ചിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 2 സൈഡും അങ്ങനെ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ നല്ല ചൂടായിട്ട് ഉപയോഗിക്കുക. പുറം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അതുപോലെ തന്നെ ഉള്ളിൽ ആ പരിപ്പിൻ്റെ സോഫ്റ്റ്നെസ്സും എല്ലാം ഉണ്ടാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്, ഒരു കഷ്ടപ്പാടും ഇല്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.